വേനൽ കടുത്തതോടെ മലപ്പുറത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. ഭൂരിഭാഗം കുടിവെള്ള പദ്ധതികൾക്കുമായി വെള്ളം ശേഖരിക്കുന്ന ഭാരതപ്പുഴ വറ്റി വരണ്ടു. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം ശേഖരിക്കാൻ കഴിയുന്നത്. കവികൾ വാഴ്ത്തിപ്പാടിയ ആ മനോഹരമായ ഭാരതപ്പുഴ ഇന്ന് വെറും ഓർമ്മകൾ മാത്രം. വറ്റിവരണ്ട് കണ്ണീർ പൊഴിക്കുകയാണ് നിളയോരം. പരന്നൊഴുകിയിരുന്ന പുഴയിൽ ഇന്ന് മണൽപ്പരപ്പ് മാത്രം. ഭാരതപ്പുഴയിലേക്ക് വെള്ളമെത്തുന്ന ജലസംഭരണികളിൽ വെള്ളം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. മുൻകാല കണക്കുകൾ പ്രകാരം 3 ജില്ലകളിലായി 444 കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്ന പുഴയാണ് ഭാരതപ്പുഴ. പുഴ വറ്റിയതോടെ ഇതിനെ ആശ്രയിച്ച് കഴിയുന്നവർ ബുദ്ധിമുട്ടിലാണ്. ഭൂരിഭാഗം കുടിവെള്ള പദ്ധതികളും ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് വെള്ളം ശേഖരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ചൂടാണ്, പ്രകൃതിയുടെ ഒരു മാറ്റം തന്നെയാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും ഈ മണൽപ്പരപ്പിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുന്നത് ഇപ്രാവശ്യം ഉണ്ട്, എന്നാലും അത് ഒരു നിശ്ചിതമായിട്ടുള്ള അവസ്ഥയിലല്ല. സാധാരണ വേനൽ മഴയ്ക്ക് ലഭിക്കുന്ന വെള്ളമാണ് വലിയ ആശ്വാസം. എന്നാൽ ഇത്തവണ വേനൽ മഴ ലഭിക്കാതായതോടെ കർഷകരും പുഴയെ ആശ്രയിക്കുന്നവരും വലിയ പ്രതിസന്ധിയിലാണ്. പുഴ വറ്റിയതോടെ സമീപ പ്രദേശങ്ങളിൽ ജലക്ഷാമം അതിരൂക്ഷമാണ്. ചൂടും വെള്ളത്തിൻ്റെ പ്രയാസം എല്ലാം നന്നായിട്ടുണ്ട്. അത് കൃഷിയെയും പിന്നെ കന്നുകാലികളെയും മാത്രമല്ല ഈ പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വല്ലാതെ ബാധിക്കുന്നു. എല്ലാ കാലത്തും ഇല്ലയെന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഉണ്ട്, പക്ഷെ അതിനേക്കാൾ വളരെ കഠിനമായൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. സമാനമാണ് മലപ്പുറം ജില്ലയിലെ മറ്റ് പുഴകളുടെയും അവസ്ഥ. ഒട്ടുമിക്ക ഇടങ്ങളും വറ്റി വരണ്ടിരിക്കുകയാണ്. മലപ്പുറം നഗരത്തിലെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം പുഴകളിൽ വെള്ളമില്ലാതായതിനാൽ തുടർച്ചയായി മുടങ്ങുന്ന സാഹചര്യവുമുണ്ട്. 24 മലപ്പുറം.